നീ എന്തെങ്കിലും നോക്കണ്ടോ? നോക്കണുണ്ട്, പക്ഷേ എടുക്കാൻ ഉദ്ദേശിച്ചു. എന്താ? പുതിയ വാങ്ങിയിട്ടൊരു കാര്യമില്ല, ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല, അതിനടുത്തോണ്ട് പോകും. ഇതന്നെയാ നിങ്ങളെ രണ്ടുപേരെയും പറ്റി പറയണത്. എന്നെ കുറിച്ചായിരിക്കില്ല, അവനെ കുറിച്ചായിരിക്കും. നിന്നെ കുറിച്ചും ഇതന്നെയാ പറയണേ. ആണോ? പക്ഷെ എന്തായാലും വേണമെങ്കിൽ ഷർട്ട് എടുത്തോ, ഞാൻ പേ ചെയ്തോളാം. നിർബന്ധമാണോ? നിർബന്ധിക്കാം. എന്നാ നോക്കാം. എന്നാ എടുക്ക്, ഞാൻ ലേഡീസ് സെക്ഷനിലുണ്ടാവും. ഓക്കെ. ഇതിന്റെ നെക്സ്റ്റ് സൈസ് ഉണ്ടോ? ഇതിന്റെ താഴെയുള്ളേ ഉള്ളൂ മാഡം. ഇതിന്റെ വേറൊരു കളർ ഞാൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയതാണല്ലോ, അന്നെന്റെ സൈസ് കിട്ടിയില്ലോ. ഈ സ്റ്റൈലിന് ഈ സൈസ് വരെയാണ് വരാറ്. അതെങ്ങനെ ശരിയാവണേ? അതെനിക്ക് കറക്റ്റ് ആയിട്ട് ഫിറ്റിംഗ് ആണ്. പക്ഷെ എന്താ പ്രശ്നം? സാം, ഇതിന്റെ ബ്ലാക്ക് കളർ ടോപ്പ് എനിക്കുള്ളത് നീ കണ്ടിട്ടില്ലേ? ഏട്ടനോട് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ദിവസം നമ്മൾ കണ്ടപ്പോൾ. അതന്നെ. ആ സെയിം സ്റ്റൈലിന്റെ വേറെ കളറാണിത്. അത് പറഞ്ഞിട്ട് ഇയാൾ സമ്മതിക്കണില്ല. അതെന്താണ് പോയി, നിങ്ങൾ സമ്മതിക്കണം. എനിക്കറിയപ്പെട്ട കൈലങ്ങളുടെ ഡ്രസ്സ് ഉള്ളത്. അയ്യോ ചേട്ടാ, അത് ഞാൻ സമ്മതിക്കാം. പക്ഷെ അതല്ല, അതും ഇതും ഒരേ അളവാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതെനിക്ക് പാകാണ്, ഇതെനിക്ക് പാകല്ല. അങ്ങനെ ഒരു വഴിയില്ല, നോക്കട്ടെ. ആ ഡ്രസ്സ് അവസാനമായിട്ട് എപ്പോഴായിട്ടത്? അതിട്ടിട്ട് ഇപ്പോൾ കുറച്ചായില്ലേ? ഇതിന്റെ വേറെ സൈസ് ഇല്ലാന്നുള്ള ഉറപ്പാണോ? ഉറപ്പാണ്. ഞാൻ വേണമെങ്കിൽ സ്റ്റോക്ക് രജിസ്റ്റർ കാണിക്കാം സാർ. ഒന്നും വേണ്ട, വിശ്വാസമായി. കാര്യം പിടികിട്ടി. നമ്മൾ ഇത് വിട്ടിട്ട് വേറെ നോക്കുകയാണോ അതോ ഇതിന്റെ കാര്യം പറയണോ? വേറെ നോക്കാം, പക്ഷെ എനിക്കിതെന്താണെന്ന് ഇപ്പം അറിയണം. ഉറപ്പാണോ? അതെ മീനാക്ഷി, വേറൊന്നുമല്ല, മീനാക്ഷി ഒരല്പം, അതായത് കുറച്ച് മണം വെച്ചിട്ടുണ്ട്. സർ, ഫീഡ്ബാക്ക് പ്ലീസ്. മാഡം. സർ, താങ്ക് യു. എന്താണ്, വിശക്കുന്നുണ്ടാ? എൻ്റെ വിശപ്പും താക്കെ പോയിട്ട് കുറേ ദിവസമായിടാ. കഴിച്ചോ? എന്താ കാരണം? ഞാനീ ഹൊറർ എഴുത്ത് നിർത്തിയാലോ എന്ന് വിചാരിക്കണം. പേടിച്ചിട്ടാണോ? പേടിച്ചിട്ടൊന്നുമല്ല. സത്യം പറ. അത് ഈ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ ചെറുതായിട്ട്. പിന്നെ രാത്രി ഇരുട്ടൊക്കെ ആവുന്ന സമയത്ത്. നീ ചിരിക്കണ്ട, ഒരു എഴുത്തുകാരൻ്റെ ബുദ്ധിമുട്ട് നിനക്കറിയില്ലോ, നീ എഴുത്തുകാരനല്ലോ. പക്ഷേ ഇതെനിക്ക് മനസ്സിലാവും. ചെറുപ്പത്തിലെ അച്ഛൻ എന്റെ പേടി മാറാനായിട്ട് രാത്രി പറമ്പിൽ പോയി മൂത്രമൊഴിക്കാൻ പറഞ്ഞു. അയ്യോ, അപ്പം മൂത്രമൊഴിച്ചു. അപ്പൊ രാത്രി ഇരുട്ടത്തോടി പോകുമ്പോ ഇതേ മാനസികാവസ്ഥയോടെ ഞാനും പോയിട്ടുണ്ട്. അതിനെയാണ് നമ്മള് പേടി എന്ന് പറയുന്നത്. എടാ, നീ എഴുതുന്ന ഒരു കഥയല്ലേ, അത് നീ നിന്റെ മനസ്സിലാദ്യം മനസ്സിലാക്കുക. മനുഷ്യനൊക്കെ പറഞ്ഞു, എന്നിട്ട് ആദ്യമൊക്കെ കേട്ട്. പിന്നെന്ത് പ്രശ്നം വെച്ചാലേ, ഈ എന്റെ അത്രയും ധൈര്യം എന്റെ മനസ്സിനില്ല. അതാണ് മനസ്സിലായോ? നീ ഒരു കാര്യം ആലോചിക്കണം. ഈ ഷെർലക് ഹോംസ് ഒക്കെ ഇല്ലേ, പുള്ളിയൊക്കെ എന്തൊക്കെ കണ്ടും എന്തൊക്കെ ആലോചിച്ചും അയാളുടെ മുറിയിൽ ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് ആളെ വല്ല പ്രേതം പിടിച്ചാ? അയാൾ മുറിയിലൊട്ടൊക്കെ ഇരുന്നിട്ടില്ല, പുറത്ത് മാത്രമേ ധൈര്യമുള്ളൂ. എടാ, മുറിയിലൊട്ടൊക്കെ ഇരിക്കാൻ പേടിയാണല്ലോ. അയാളെ മറ്റേ കാര്യസ്ഥനല്ലേ, വാട്സൺ, അയാളെ കൂടെ കൂട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്റെ കൂടെ ധൈര്യം വരാനായിട്ട് ഇവിടെ ഒരു വാട്സൺ കിടപ്പില്ലേ? വാട്സൺ? സാമാ? എടാ, ആ പണ്ടാരക്കാലം രാവിലെ വേണ്ടിട്ട് അവനെ മറ്റേ വലിയുണ്ടല്ലോ, യോഗാവലി, അത് കേട്ട് പേടിച്ചിട്ടാണ് ഞാൻ പലപ്പോഴും എഴുന്നേക്കുന്നത്. ആ പിശാചിനെ കണ്ട് രാത്രി ആ കണ്ണടയും ബർമുടയും ഒക്കെ വെച്ച് തപ്പി നടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കില അപ്പൊ ഞാൻ മരിക്കും. നീ പിന്നെ അടുത്ത ദിവസം ആകാശത്തേക്ക് ഒരു 4 വെടിയൊക്കെ വെച്ചിട്ട് മലയാള സിനിമയ്ക്ക് വല്ല നഷ്ടം ഉണ്ടാവും. അതിനിപ്പോ വല്ല ലോഹിദാസോ വേണുനാവല്യോ വല്ല പുനർജനിച്ചത് ശരിയാകില്ല. അതെ അതെ, കുറച്ച് വിഷം എടുക്കട്ടെ. എന്താണെന്ന്? കുറച്ച് വിഷം എടുക്കട്ടെ എന്ന് തോന്നുന്നുണ്ട്. എടാ, ഞാൻ ചുമ്മാ പറയല്ല, സത്യമായിട്ട് എന്തോ ഒരു കുഴപ്പമുണ്ട് ഇവിടെ. ഭയങ്കര ഒരു നെഗറ്റീവാണ് ഇവിടെ, മനസ്സിലായ? അതാണ് ഞാനിത് എഴുതാത്തത്. നീ ഒരു പണി ക്രീമ, നീ ഇത് എഴുതണ്ട. ആണോ? നിർത്തി. കാരണം ഒരു മൈൻഡില്ലാതെ എഴുതിയത് വർക്കാവൂല, ഭയങ്കര നെഗറ്റീവായി പോകും. നമ്മൾ അഡ്വാൻസ് വാങ്ങിച്ച പൈസ കുറച്ച് ഞാൻ എടുത്തു, ഒരു 10-15,000 രൂപ. ബെസ്റ്റ്. അതിപ്പോ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. ഒരു വേറൊരു വർക്ക് കിട്ടിയിട്ടുണ്ടോ, ഈ ലക്കി ചാം ഐറ്റാണ്. അത് ബാക്കിയൊക്കെ കൊണ്ടുവരുന്ന സാധനല്ലേ, അതിന്റെ ഒരു പരസ്യം എഴുതി കൊടുത്താൽ കുറച്ച് കാശ് കിട്ടും. അത് വെച്ച് നമുക്ക് തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുക്കുന്ന നല്ലത്, അതാണ് എത്തിക്സ്. ഇതെന്ത് സാധനം?
അത് നീ കണ്ടിട്ടില്ലേ? ഇല്ല. ധനമാന്യന്ത്ര. ആ. ഇത് ഇത് ഭയങ്കരമായിട്ട് ധനത്തെ ആകർഷിക്കും, ഭാഗ്യം വരും. ഇതുകൊണ്ട് ഒരുപാട് പേര് രക്ഷപ്പെട്ട് വലിയ ആൾക്കാരായിട്ടുണ്ട്. ഓൺലൈൻ ഇതിന്റെ വില 10,000 രൂപയാണ്. എന്നിട്ട് ആരും രക്ഷപ്പെട്ടത് മേടിച്ചിട്ട്? എടാ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇതിന്റെ മുതലാളിയാണ് ആദ്യം രക്ഷപ്പെട്ടത്. വലിയൊരു അയാളിപ്പം കോടീശ്വരനാണ്. അയാളുടെ കയ്യിലാണ് ഇത് ആദ്യമായിട്ട് ഉണ്ടായത്. ഒരു പണി എന്നാ എന്തായാലും നീനെ കുറിച്ച് എഴുതി കൊടുക്കുന്നല്ലേ, ഒരെണ്ണം ഫ്രീ ആയിട്ട് നമുക്ക് മേടിക്കാം, നമുക്ക് രക്ഷപ്പെടാമല്ലോ. കാര്യമായിട്ട് എന്നെ പുച്ഛിക്കുകയാണ് നീ. എടാ ഇതൊക്കെ ശരിക്കുള്ള കാര്യമാണ്. എടാ ആടെ എനിക്ക് വിശ്വാസമാണ്. നീ വലിയ നിന്റെ മറ്റേ അന്ധവിശ്വാസം, ഷർട്ട് ഷഡ്ഡി അതല്ല ഇത്. ഒരുപാട് പേര് വിശ്വസിക്കുന്ന സാധനമാണ്, മനസ്സിലായോ? അവന്റെ തോർത്തിനൊക്കെ കൂടോത്രം ചെയ്തിട്ടാണ്. ഞങ്ങൾ ഈ മോഡേൺ അന്ധവിശ്വാസികള് ഈ ചരടിലും കിട്ടിയിലൊന്നും വിശ്വസിക്കാറില്ല. പക്ഷെ എടാ നീ നോക്കിയടാ, എന്തോ നിന്റെ രക്ഷപ്പെടുത്താനുള്ള എന്തൊരു സംഭവം ഉണ്ട് ഇല്ലേ? കണ്ടിട്ട് എന്താ തോന്നുന്നില്ലേ? അതിന്റെ ഒരു തിളക്കവും അതിന്റെ ഒരു കറക്കവും കണ്ട? ഞാൻ കണ്ട്. എന്നാ നീ അതിലേക്ക് എന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു കഥ എഴുതി ഉണ്ടാക്ക്, പൈസ ഉണ്ടാക്ക്. പരസ്യമാണ്. ഉണ്ടാക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കണ്ടേ? നോക്കിയേ, ഇത് ഞാനിപ്പോ ഫുൾ ചാർജ് ചെയ്താണല്ലോ. അയ്യോ കോള്. ഹായ് മീനനെ കാണാൻ രസാ. മീൻ അടുക്കളയിലടാ പൊട്ട. ചിരിക്കൊന്നും പറ്റത്തില്ല. എനർജി പോയി. ഇനി ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഓരോ നമ്പർ പറ്റിച്ചിടും. എന്തൊരു കഷ്ടമാണത്. ഞാൻ ഭക്ഷണം ഉണ്ടാക്കണം, വിളമ്പും വേണം. അതിന് നീയാണ് ഇന്ന് ഫുഡ് ഉണ്ടാക്കിയത്? ഫുഡ് ഉണ്ടാക്കിയത് ഇന്ന് ഞാനല്ല. പിന്നെ ആരാണ്? ഇന്ന് ഫുഡ് ഉണ്ടാക്കിയത് ഭാഗ്യം. ഭാഗ്യോ? ഭാഗ്യം, ലക്കി. ഇന്നോട്ട് പോയി നീ നോട്ട് ചെയ്താൽ മതി. ഇതെന്താണ്? ഇതാണ് വൈറ്റമിൻസ്. അപ്പൊ ഇതോ? മിനറൽസ്. ഇത് പ്രോട്ടീൻ. ഇതെന്താ ഇങ്ങനെ കഴിക്കണേ? ഇങ്ങോട്ടൊക്കെ ഇതെന്താ? ഇതെന്താന്ന് അറിയോ? ഇതാണ് ചോർ, കാർബോഹൈഡ്രേറ്റ്സ്. അല്ലടാ എന്ത് ഇങ്ങനെ കഴിക്കണേ? ഞാൻ എന്നിട്ട് ഡയറ്റിലാ. ഡയറ്റിലോ? എന്തിന് ഡയറ്റ്? എന്തിനാ തെങ്ങുമ്പോ കയറാൻ? ഡയറ്റ് എന്തിനാ സാധാരണ ആൾക്കാർ എടുക്കണേ? വണ്ണം കുറയ്ക്കാൻ. അതെനിക്കറിയാം. അല്ല നീ എന്തിനാ ഡയറ്റ് ചെയ്യണം? എനിക്ക് ഡയറ്റ് വേണവി. എനിക്ക് പെർഫെക്റ്റ് ഫിഗർ ആവണം. നീ പെർഫെക്റ്റ് ആടാ. നീ പെർഫെക്റ്റ് അല്ലാന്നത് സാമ പറഞ്ഞ. അത് അങ്ങനെയല്ലത്. പിന്നെ എന്താടാ നീ എന്റെ പെങ്ങളെ കുറിച്ച് പറഞ്ഞത്? ഈ കണ്ണടയുടെ പുറകിലെ നിന്റെ വൃത്തികെട്ട മുഖം ഞാൻ വലിച്ചു കീറും. എടാ അത് വെറും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇതൊന്നും പോരാ, ഇംഗ്ലീഷും പറഞ്ഞു. ഇവരെ പുറത്താക്കി നമുക്കൊരു വാഴ വെച്ചാൽ എന്താ സംഭവം? എടാ ഇന്ന് രാവിലെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഉണ്ടായ കൺഫ്യൂഷനാണ്. നീ സ്ഥിരം ഇടുന്ന ഫിറ്റ് മീനിന് പാകമാകണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ചിലപ്പോൾ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ടാവുമെന്ന്. അത് കേട്ട പാടെ ആ ഷോപ്പിലെ പെയിൻ ശരി തുടങ്ങി. അതോടെ മീനിന്റെ മുഖം മാറി. ഇതാണ് സംഭവം. ഇതൊരു ചെറിയ ഡിഫറൻസ് അല്ലേ? ഇതിനൊന്നും ഡയറ്റ് ചെയ്യണ്ട. നോ, ഡയറ്റ് ഇസ് എ മസ്റ്റ്. ബാബാ ഈ ചിക്കനും മുട്ട നീ കഴിച്ചിട്ട് ഈ ചോറും പച്ചക്കറിയും ഞങ്ങൾ കഴിക്കണം എന്ന് ഏത് ഡയറ്റിലാ പറഞ്ഞിരിക്കുന്നത്? ഇതൊരു സ്പെഷ്യൽ ഡയറ്റാ. ഇതിന്റെ പേരാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കണം. ഇതൊരു പ്രത്യേകതരം ഫാസ്റ്റിംഗ് ആണ്. 16 hours ഒന്നും കഴിക്കില്ല. ബാക്കിയുള്ള 8 മണിക്കൂർ 2 പ്രാവശ്യം ഭക്ഷണം കഴിക്കും. അയ്യോ, അപ്പൊ ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം ഫുഡ് ഉണ്ടാക്കിയാൽ മതി അല്ലേ? ഭക്ഷണം ഉണ്ടാക്കുന്ന ടൈമും ലാഭം. ഇത് ഇന്നത്തെ എന്റെ ലാസ്റ്റത്തെ മീല്. ഇനി നാളെ 2 മണിക്ക് ഞാൻ എന്തെങ്കിലും കഴിക്കും. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് എന്തിനായിട്ട്? ഇത് ഭയങ്കര തോൽവിയാണത്. അതൊന്നുമല്ല, ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് മീൽ എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതാ. ആര് പറഞ്ഞു? കൊമേഴ്ഷ്യൽസ്, പരസ്യങ്ങൾ. മനസ്സിലായില്ല. മനസ്സിലാവും, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ. ഗൂഗിൾ കബേട്ട. ആ ചോറിങ്ങെടുത്ത്. ധനമാന്യന്ത്ര. എന്താണ് ധനമാന്യന്ത്ര? ധനമാനയന്ത്രം അഥവാ ധനമാന്യന്ത്ര. ആദ്യം നിങ്ങൾക്കത് ധനം നൽകുന്നു, പിന്നീട് മാനം നൽകുന്നു. ധനം നൽകുന്നു. അയ്യോ, അപ്പം അത്രയും കാലം മാനമില്ലാന്ന് കസ്റ്റമറിന് ഈഗോ അടിച്ചോ. നെക്കാം ടേജി മാറ്റിപ്പിടി.
നിങ്ങൾ മനസമാധാനം ആഗ്രഹിക്കുന്നുണ്ടോ? ധാരാളം പണം വന്നു ചേരുമെന്ന് നിങ്ങൾ പ്രത്യാശിക്കുന്നുണ്ടോ? ഉടൻ ഓർഡർ ചെയ്യൂ ധനമാൻ യന്ത്ര. ധനമാൻ യന്ത്ര ജീവിതത്തിൽ പ്രവർത്തിച്ച മായാജാലങ്ങൾ തിരിച്ചറിയാൻ ചിലരുടെ അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. ഒറീസക്കാരനായ രാമു ഒരു പാവം മരംവെട്ടുകാരനായിരുന്നു. എന്നിട്ട് രാമു സ്റ്റക്കായി. ഇപ്പോഴത്തെ കൊതുകൊക്കെ എന്താല്ലേ, കാണാനും പറ്റൂല, കടിക്കുകയും ചെയ്യില്ല, മൂളല് മാത്രം കേൾക്കാം. അയ്യോ. ശ്ശെ. എടാ സാമ, എടാ എന്റെ സാധനങ്ങൾ ഉപയോഗിച്ചു, പക്ഷെ തീർന്ന മാറ്റിയോടെ ഞാൻ പറഞ്ഞില്ലടാ. നീ ഇങ്ങോട്ട് വന്നേ സാമ, ചോദിക്കട്ടെ വാ. ഹൊറർ സ്റ്റോറി എഴുതാൻ തുടങ്ങിയ തൊട്ടെന്നെ വേട്ടയാടുന്ന അദൃശ്യശക്തികളെ അകറ്റി നിർത്തണേ ധനമാൻ യന്ത്രമേ. वॉइस रिकॉर्डर के बारे में ये स्मार्ट. നമുക്ക് ചില ഉപഭോക്താക്കളുടെ അനുഭവങ്ങൾ കേൾക്കാം. ഒറീസക്കാരനായ രാമു ഒരു പാവം മരം വെട്ടുകാരനായിരുന്നു. ഘോരവനത്തിൽ മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാമുവിന് മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അതെ, അത് ധനുമാൻ യന്ത്രത്തെ കുറിച്ചായിരുന്നു. നമുക്ക് ചില ഉപഭോക്താക്കളുടെ അനുഭവങ്ങൾ കേൾക്കാം. ഒറീസക്കാരനായ രാമു ഒരു പാവം മരം വെട്ടുകാരനായിരുന്നു. ഘോരവനത്തിൽ മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ ഉള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ടാ. പ്രേതൊന്നുമില്ല, ഇതിന്റെ ഫോണിന്റെ എന്തോ വോയിസ് റെക്കോർഡർ ആപ്പ് എന്തോ കറക്റ്റ് ആയതാണ്. ഇത് റീഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പൊ പുറകെ കേൾക്കുന്ന മുളകോ? ഞാൻ മുളക്കോ ഞാൻ ചോക്കൊന്നും കേട്ടില്ല. കാര്യം എന്തോന്നാ അതിന്റെ പേടി ഇതുവരെ മാറിയില്ലേ? ലാപ്ടോപ്പ് നടക്കാൻ പോകണം. അതേടെ തലേവച്ച് നടക്കാൻ പോവാണ് ഇവനെ. എടാ സാമേ, എടാ ഒന്ന് ഹെൽപ്പ് ചെയ്തടാ. എൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫയൽസ് ഇന്ന് മിസ്സിംഗ് ആണ്. പിന്നെ ലാസ്റ്റ് വർക്കിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്തതാണ്, പക്ഷെ അതിലും കാണില്ല. അതിന് ഹാർഡ് ഡിസ്ക് എവിടെ? അകത്തുണ്ട്. ഒന്ന് വന്നേടാ, അല്ലെങ്കിൽ ഇപ്പം ആകെ പുലിവാലോ. പക്ഷെ ഇങ്ങനെ പോകാനത് ആദ്യമായിട്ട് ഇങ്ങനെ സംഭവിക്കണം. എടാ എടാ അവിടെ മറ്റേ സാധനം ഉണ്ടോ, അങ്ങോട്ട് പോണ്ടാട്ടാ. ആ ഞാൻ പോലും Happy birthday to you. Happy birthday to you. Happy birthday dear Rinto. Happy മീനു, എന്ത് ടേസ്റ്റായി കേക്ക്. ഉഫ്, നീ ഒരെണ്ണം കഴിച്ചു നോക്കിയാ. ഞാൻ ആരോടും പറയില്ല. നിന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടൊന്നുമില്ല, ഞാൻ എടുത്ത തീരുമാനമല്ലേ, ഞാൻ അതിൽ ഉറച്ചു നിൽക്കണം, അതാ. ഓക്കേ. വേണോ? കുറച്ച് വേണ്ട? ഭയങ്കര ടേസ്റ്റാ. എന്താ മീനു, കേക്ക് കഴിച്ചില്ലേ? എന്താ കഴിച്ചേ? ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്ന് പ്രത്യേകിച്ച് പറഞ്ഞു വെച്ച സാധനമാണ്. ഓരോ ലെയറും വെവ്വേറെ ഫ്ലേവറാണ്. സൂപ്പർ ടേസ്റ്റ് അല്ലേ ലക്കി? നോർമലി ഞാൻ തന്റെ അഭിപ്രായങ്ങളോട് യോജിക്കാത്തതാണ്, പക്ഷെ ഇപ്പൊ താൻ പറഞ്ഞ കറക്റ്റാ. സത്യം പ്ലീസ്. കേക്ക് കിട്ടിയായിരുന്നു. എടാ മീനാക്ഷി കേക്ക് കഴിച്ചിട്ടില്ല.
കേക്ക് എന്താ കഴിക്കാത്തതെന്ന്? ജിൻഡോ, ഞാൻ ഡയറ്റിലാ, അതാ കഴിക്കാത്ത. ആണോ? ശരിക്കും എന്നാ കുഴപ്പമില്ല കേട്ടോ. ഒന്നും വിചാരിക്കരുതേ പ്ലീസ്. ഇറ്റ്സ് ഓക്കെ മീനു. തന്നോടല്ല, ഞാൻ ഇവിടെ പറഞ്ഞതാ. എം ഡിക്ക് കേക്ക് കൊടുത്തു ആരെങ്കിലും? നോക്കട്ടെ. എന്ത് ക്രാപ്പനാ അല്ലേ? എടാ ജിൻഡോ, എനിക്ക് 2 പീസ് കേക്ക് പാക്ക് ചെയ്ത് തരോ? വീട്ടിൽ പോയി കഴിക്കാനാ. 2 പീസാ? എന്തിനാ നിനക്ക് 2 പീസ്? സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, വീട്ടിൽ കഴിക്കാനാ. 2 പീസ് കേക്ക് എടുക്കട്ടെ? ആ, ആർക്കും ഇല്ലാത്ത സ്പെഷ്യൽ ഹണീഫ് കിട്ടിയ കേക്ക് ഉണ്ട്. അടുത്തടുത്താ എടുത്തോണ്ട് വരട്ടെ? ഇപ്പൊ കൊണ്ടുവരട്ടെ? ആ, വേഗം വേഗം. കുത്തിക്കൊല്ലുടി. ശരിക്കും സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാ. ഓ, ഇന്റർമീഡിയനായ നമ്മ. നീ ഇവിടെ കിടന്ന് ഉറങ്ങണ? രാവിലെ തൊട്ട് എന്റെ ഇവിടെ ഒരു കാര്യം ഓക്കെ അല്ല. എന്റെ ലാപ്ടോപ്പ്, എന്റെ ഹാർഡ് ഡിസ്ക്, ഇവിടെ ഒരു സാധനം വർക്ക് ചെയ്യുന്നില്ല. എന്റെ മൊബൈൽ പോലെ ഞാൻ അപ്പ ചാർജ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് നീ ഉണ്ടാക്കി വെച്ച എന്തോ പണിയാണ്. നിർത്തിക്കൊണ്ട് നീ ഹൊറർ എഴുത്തും പരിപാടിയൊക്കെ. നീ അഡ്വാൻസ് ഇവിടെ തിരിച്ചു കൊടുത്തേ. എങ്ങനെ കൊടുക്കാൻ? ബാക്കി പൈസ ഞാൻ തരാം. പെട്ടെന്ന് തിരിച്ചു കൊടുക്ക്. അയാളുടെ പ്രാക്കുമല്ലോ ഒരിക്കും. അയാളങ്ങനെ പ്രാകുന്ന ടൈപ്പ് ആളല്ലടാ. അതെങ്ങനെ നിനക്കറിയാം? ഒരാളെ കണ്ടറിഞ്ഞൂടാ. ഒരുമാതിരി വെറുതെ എന്തെങ്കിലും പറയട്ടെ, എന്തെങ്കിലും പറയല്ലേ? അല്ല, ഇനി അയാളുടെ പ്രാക്കാണെന്ന് വിചാരിക്കാ. അത് എന്നെയല്ല കൊള്ളുണ്ട്, നിനക്കെങ്ങനെ കൊള്ളുന്നത്? പ്രാക്ക് അങ്ങനെയല്ല. അതിപ്പോ നിനക്ക് കിട്ടിയ എങ്ങനെ ചുറ്റുള്ളവർക്കൊക്കെ പ്രശ്നമാണ്. പ്രാക്കപ്പ് ഒരു പകർച്ചവ്യാധിയാണ്. ആ, അത് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഇപ്പോഴാണ് നീ പെട്ടെന്ന് കൊണ്ടേ കൊടുത്തേ, ഞാൻ പൈസ തരാം. പൈസ കൊണ്ട് കൊടുക്കാം. സന്തോഷം. പുതിയ ആഡിനോടത്തെ കോൺസെപ്റ്റ് റിജക്ട് ആയെന്ന്. പവർ ഓഫ് പ്രാക്ക്. മോനെ, നീ ഒരു പണി ചെയ്യ്. എത്രയും പെട്ടെന്ന് ആ കാശ് കൊണ്ട് തിരിച്ചു കൊടുത്തിട്ടോ. മനുഷ്യൻ കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ കൊള്ളാവുന്നതിന് മുമ്പ് നീ എങ്ങനെയെങ്കിലും ആ പ്രാക്കുന്നുണ്ടെ കളാം. ദൈവമേ, വല്ല പരിചയമുള്ളവരെ ബന്ധുക്കാരൊന്നും തട്ടിപ്പ് വരുന്ന മതിയായിരുന്നു. നല്ല ടൈമാണ് അത്. പിന്നെ നീ ആ പൈസ കൊണ്ടേ കൊടുക്കുമ്പോ പൈസ മാത്രം കൊടുത്താ പോരാ, പലിശ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അതല്ലടാ, നീ അയാളെ സന്തോഷിപ്പിക്കുക കൂടി വേണം. എന്നാൽ ഈ പ്രാക്ക് മുഴുവൻ പോവുള്ളൂ. സന്തോഷവും സ്നേഹമൊക്കെ ഞാൻ വാരിക്കോരി കൊടുക്കും. കൊടുത്താ മതി. കാശ് തരും നീ പറഞ്ഞത് ഉറപ്പല്ലേ? പോ, ചെല്ല്. റെഡിയാവ് പോ. ഓക്കെ. അയ്യോ, വീണ്ടും ഓഫായാ? സാർ എന്നോട് ക്ഷമിക്കണം. ആ ഹൊറർ കഥ എന്നെ കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല സാർ. എൻ്റെ കഥയെക്കുറിച്ച് എന്താ അഭിപ്രായം? സാർ, കഥ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര സത്യസന്ധനായോണ്ട് പേഴ്സണലി എനിക്ക് ആ കഥ അത്ര തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല സാർ. എൻ്റെ കഥയ്ക്കും കുഴപ്പമുണ്ട്. സാറിന് മനസ്സിലായില്ല അത്? എൻ്റെ വൈഫ് പറഞ്ഞാണ് എന്നെ ഇത് മനസ്സിലാക്കിയത്. ഗുഡ് ഗേൾ. പക്ഷേ ഇത്രയ്ക്ക് കുഴപ്പമുണ്ടെന്ന് ഞാൻ കരുതി. വളരെ ബോറ് കഥയാണ് സാർ. പിന്നെന്തിനാ എഴുതിത്തരാമെന്ന് പറഞ്ഞ്? അത് ആ സമയത്ത് എനിക്ക് കാശിന് നല്ല ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഏറ്റുപോയതാണ് സാർ. പക്ഷെ സത്യം പറയണല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു കഥ എഴുതിയിട്ട് ഇത്ര പേടിച്ചിട്ടില്ല, ബുദ്ധിമുട്ടിട്ടില്ല. അപ്പോൾ ആ പ്രോജക്റ്റ് വിടുകയാണ്? ആ പ്രോജക്റ്റ് വിടുകയേ വഴിയുള്ളൂ സാർ. ഞാൻ സാറിൻ്റെ അഡ്വാൻസും തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. സത്യസന്ധത വാരി വിതറുകയാണല്ലോ. ഞാൻ കുറച്ച് ദിവസം സാറിനെ വെയിറ്റ് ചെയ്യിപ്പിച്ചു പോയി. അതിന് എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. അതുകൊണ്ട് പക്ഷേ ഞാൻ സാറിന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സാർ ഇത് വാങ്ങണം. ഇതെന്താ? അതാണ് ധനമാൻ യന്ത്രം. പണവും മനസമാധാനവും തരുന്ന യന്ത്രം. ഞാനിതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് ഇത് കയ്യിൽ വരുമെന്ന് കരുതിയില്ല. ഹാപ്പി ആയില്ലേ? പിന്നെ ഇതുപോലത്തെ എന്ത് സാധനങ്ങൾ കണ്ടാലും ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടു വെക്കും. ഏതിൽ നിന്നാണ് നമുക്കൊരു ഗുണം കിട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് പോയിന്റാണ് സാർ. പിന്നെ ഇത് കയ്യിൽ വെച്ചാൽ പോരെ? ഇതെന്നാ എൻ്റെ ഈ തന്നെ? സാർ, സാറിനെ പോലുള്ള ആൾക്കാരുടെ കാശ് കിട്ടിയിട്ടല്ലേ എന്നെ പോലുള്ളവർക്ക് പണം ചെയ്യാൻ പറ്റും. പണം കിട്ടണമെങ്കിൽ പണം ചെയ്യണം. അതെ. ഇത് പണം തരുമെങ്കിൽ പിന്നെന്തിനു പണം? അങ്ങനല്ല സാർ, സാറിന് പണം മാത്രം കിട്ടിയാൽ പോരെ. എനിക്കങ്ങനല്ല, പണം ചെയ്യണം, പണം ചെയ്തിട്ട് പണം കിട്ടണം. അയ്യോ, നല്ല മനസ്സുള്ള എഴുത്തുകാർക്കേ ഇത് പറ്റൂ. താങ്ക് യു സാർ. അപ്പോൾ ഇത് വെറുതെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി? വെറുതെ ഏതെങ്കിലും ഒരു മൂലയിലും കണ്ട് കൊണ്ടുവെക്കുക. അവിടെ ഇരുന്നവൻ സാറിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് റെഡിയാക്കും. ഇത് തന്നതിന് ഒരു താങ്ക്സ് പറഞ്ഞില്ല. സാറത് മറന്നു. പോകുന്നതിന് മുമ്പേ പറയുന്ന വിചാരിച്ചിരുന്നു ഞാൻ. അപ്പോ താങ്ക് യു. നോ മെൻഷൻ സാർ. സാറ് ഹാപ്പി അല്ലേ? വേറെ വർക്കും അല്ലതായോ? കഥകൾ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് സാർ. നമുക്കൊരു പ്രോജക്റ്റ് ആലോചിച്ചാലോ? സാറിന് എൻ്റെ കഥയാണോ സാർ നോക്കുന്നത്? ഏത് കഥയും വേഗം കംപ്ലീറ്റ് ചെയ്യണം. ആണോ? എന്നാൽ ഞാൻ എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്യാം. ശരി. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു. ചെയ്യുന്നു. അപ്പോൾ
ഏതായാലും ഞാനൊരു അഡ്വാൻസ് തരണമല്ലോ. ആ തരണം. അപ്പോ ഇതങ്ങ് കൈവച്ചു. അയ്യോ ഇതിപ്പോ തരണ്ട സാർ. ഞാൻ കഥ എഴുതി കഴിയുമ്പോൾ സാറിനെ വിളിക്കാം. അപ്പൊ തന്നാ മതി. ഇപ്പൊ സാറിന്റെ ഇരിക്കുന്നുണ്ട്. എന്നാലേ ഞാൻ പോട്ടടി ചേച്ചി. സാർ വൺസ് അഗൈൻ സോറി കേട്ടോ. സോറി. സാറിന് നല്ല വരുത്തണേ ഈശ്വര. അയ്യോ അയ്യോ സാർ. സീരിയസ്ലി എടാ അപ്പൊ നീയല്ല എന്ന് പറഞ്ഞു അവർക്ക് നിന്റെ കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അതെ, പക്ഷെ കമ്പനിയുടെ ക്രിയേറ്റീവ് ആയിട്ട് വന്നത് കണ്ടപ്പോ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായെന്ന്. അതേതായാലും പൊളിച്ചിട്ടാ മോനെ. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ ആ അഡ്വാൻസ് തിരിച്ചു കൊടുത്തതും കാര്യങ്ങളൊക്കെ ഒക്കെ തുടങ്ങി. പക്ഷെ എന്താ അറിയോ, ആ പുള്ളിക്കാരന്റെ ഡിസ്ക് ചെറുതായിട്ട് വെട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഓൾ ഇസ് വെൽ. അയ്യോ അത് കഷ്ടായി പോയി. എടാ ആ ധനമാന്യന്ത്ര ആള് കുഴപ്പാട്ടാ. നീ അതും കൊണ്ടിന് മേല ഇങ്ങോട്ട് കയറിയേക്കരുത്. അത് കാണാണ്ടുള്ള എഴുത്തൊക്കെ മതി. നീ ഇങ്ങനെ ഒരു അന്ധവിശ്വാസിയായി പോയല്ലോ അളിയാ. ശരി ശരി, നീ വീട്ടിലേക്ക് വാ. ഓക്കെ ഓക്കെ. അങ്ങനെ ആ നിരാകരസുന്ദർ അവസാനിച്ചു. ടേസ്റ്റ് ഉണ്ടാ? അതെ, എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നിട്ടാ. സഹിക്കാൻ പറ്റാത്തോണ്ടോ ഇന്ന് രാത്രി 5 ശരിക്കും ഒന്നും കളിക്കാനും പറ്റിയില്ല. നിനക്ക് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്റെ മീനും? ഇനി ഇതാരോടും പറയാനൊന്നും നിൽക്കണ്ട കേട്ടോ. അത് നമുക്ക് ആലോചിക്കാം. നീ മുഴുവൻ കഴിച്ചോ? അവന്മാര് വെച്ച് ഞാൻ കഴിച്ചാന്ന് പറഞ്ഞോളൂ. നീ കഴിക്കുന്ന രീതി കണ്ടിട്ട് ഇനി മേലെ നീ ഈ പരിപാടി ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. മീനു, ഇനി വീട്ടില് ഡയറ്റിന്റെ പേരും പറഞ്ഞ പട്ടിണി കിടന്ന ഞാനപ്പോ പറയാം. എനിക്ക് തടി ഉറക്കണോവേ. എടാ തടി ഉറക്കാനാണെങ്കിൽ രാവിലെ ഒന്ന് നടക്കാൻ പോ. മെല്ലെ മെല്ലെ ജോഗിങ് ആക്കി മാറ്റ്. ഒന്ന് ആക്റ്റീവ് ആയിട്ടിരുന്നാ മതി. തടിയൊക്കെ തനിയെ ഉറഞ്ഞോളൂ. ആ ഇത് കൊള്ളാലോ.